ആസ് ഫാർ ആസ് എൻ MBBS സ്റ്റുഡൻറ് ബീങ് കൺസേൺ എപ്പോഴും ഫുള്ളൊരു തിരക്കുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ അതിനിടയിലും നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ, പിന്നെ അതുപോലെ ആ ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം, അത് ഊന്നിക്കൊണ്ടുള്ള പലവിധ സെഷൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ആദിൽ, GMC മഞ്ചേരി എന്ന സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ എത്തിയത് നമ്മൾ ബസ് സോണിന്ന്, മഞ്ചേരി സോണിൽ നിന്നുള്ള വാഹനത്തിലാണ് എത്തിയത്. എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് എത്തിയത്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ഈവനിങ് സെഷൻ മാത്രം മിസ്സായത്. ബാക്കി വന്ന ശേഷം ഞാൻ ഏകദേശം 2 വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ക്യാമ്പസ് ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസത്തെ പരിപാടി, അപ്പോൾ ഞാൻ പങ്കെടുത്ത പരിപാടികളെല്ലാം അത്യാവശ്യം ഉഷാറായിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജീവിതം എന്താണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ചകൾ നമുക്ക് ഒരുപാട്, എല്ലാ പരിപാടികളിലും ഏതൊരു സെഷൻ ആണെങ്കിലും നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ടോക്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഒരു ഇപ്പോൾ ആസ് ഫാർ ആസ് എൻ MBBS സ്റ്റുഡൻറ് ബീങ് കൺസേൺ എപ്പോഴും ഫുള്ളൊരു തിരക്കുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ അതിനിടയിലും നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ, പിന്നെ അതുപോലെ ആ ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം, അത് ഊന്നിക്കൊണ്ടുള്ള പലവിധ സെഷൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ക്യാമ്പസിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനോട് എന്താ പറയാനുള്ളത്? ഫ്രണ്ട് സർക്കിളിനോട് തീർച്ചയായിട്ടും ഒരു ആശയം പഠിച്ചുകൊണ്ട് ആ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു മുന്നേറ്റം, അത് അതിലേക്ക് എത്താൻ തന്നെയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. ആ ഒരു ക്ഷണിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എത്രമാത്രം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്.